സംരക്ഷിക്കപ്പെടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. സംസ്കാരം രൂപപ്പെടുത്തുന്നത് മതങ്ങളാണ്. വായിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു വേദഗ്രന്ഥത്തിന്റെ അനുയായികളാണ് മനുഷ്യന്റെ സംസ്കാരം സംരക്ഷിക്കപ്പെടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. സംസ്കാരം രൂപപ്പെടുത്തുന്നത് മതങ്ങളാണ്. അതിലേറ്റവും ഉത്കൃഷ്ടമായ സംസ്കാരം വിശുദ്ധ ഇസ്ലാമാണ് ലോകത്തിന് പഠിപ്പിക്കുന്നത്. ഓരോ മതക്കൾക്കും അവരുടേതായ സംസ്കാരങ്ങളും രീതികളും ആചാരങ്ങളും എല്ലാം ഉണ്ട്. കേരളത്തിൽ ഉലമാ ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു സംസ്കാരം മതസൗഹാർദ്ദത്തിന്റേതാണ്. അമ്പുറം തങ്ങളുപ്പാപ്പയുടെ സെക്രട്ടറി ആയിട്ട് കോന്തു നായരുണ്ടായിരുന്നുവെങ്കിൽ, കുഞ്ഞാലി മുസ്ലിയാരുടെ കൂടെ മങ്ങാട്ടച്ചനുണ്ടായിരുന്നുവെങ്കിൽ, അതുപോലെ ഓരോ പണ്ഡിതന്മാരും അവരുടെ സെക്രട്ടറിമാരായും അവരുടെ വസീറന്മാരായും മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളെ വിശ്വസ്തന്മാരായി വെച്ചിരുന്നുവെങ്കിൽ മതങ്ങൾക്കിടയിൽ വലിയ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായിരുന്നു. നേർച്ചയുടെ സ്ഥലങ്ങളിൽ, നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന മേളകളിൽ എല്ലാവർക്കും വരാൻ പറ്റിയ രീതിയിലുള്ള കച്ചവടവും അതുപോലെയുള്ള സംഗതികളെല്ലാം ഉണ്ടാകും. അങ്ങനെ സ്നേഹത്തിലൂടെ തിരിച്ചറിയും സൗഹാർദ്ദവും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ സൗഹാർദ്ദം എന്ന് പറയുന്നത് മതത്തിന്റെ ആചാരങ്ങൾ പരസ്പരമുള്ള കൈമാറ്റങ്ങളല്ല. ഒരിക്കലും തന്നെ മുസ്ലിം മറ്റു മതക്കാരന്റെ ആചാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയില്ല. മുസ്ലിമിന്റെ മതാചാരങ്ങൾ തന്നെ എടുത്തുകൊണ്ട് സൗഹാർദ്ദം പങ്കിടുന്ന രീതിയാണ് ഇത്. മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാണുള്ളത്. തൃശ്ശൂരിലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറദല്ലാഹി അമ്മാ ബഅദ്. Respected judges and my beloved students, Alhamdulillah, here we heard a short audio of Dr. Abdul Hakim Azhari Ustad. In this video, he talks about Kerala, that friendship of religion in Kerala, how much value it have in Kerala. Many of people, especially the Muslim scholars, are educated very well in Kerala. And we know the war which happens in Kerala, according to Muslims, the non-Muslims also join in that program and they sell the products in that program. This is all the parts of a religion friendship. Here, Muslims doesn't join in others' program. It's according to every religion, it's like that. But here, Muslims only participate in their own program. Let it be from anywhere, any program. But the non-Muslims, when they come to the Muslims program, the Muslims doesn't block them from this. As we know, the Mambaram Thangal, he was a secretariat, as the another people was with him as non-Muslim. Here, many of the people, they don't know what's the friendship, relation of friendship of religion.
Here the Muslims come forward to show what's the friendship of religion. As we know, the Muslims in the worldwide, they invite the non-Muslims also in their program. And all of them participate and enjoy in that program together. Here, Muslims are completely staying in their own program. They are not going to any other's program. They just keep in their own program. They don't go to anywhere to any another religion's program. While due to the limitation of the time, I need to conclude. Thanks for listening me. Thanks a lot. Wa akhir da'wana alhamdulillah rabbil alamin. Assalamu alaikum wa rahmatullah.